കല്യാണം നിശ്ചയിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ആവൂല. പഴയ കാലത്തുള്ള കാരണവന്മാരിൽ ഈ സദസ്സിലൊക്കെ അവർക്ക് കല്യാണം കഴിച്ചിട്ടല്ലേ ഈ ചെറുപ്പക്കാർക്കുണ്ടായത് അല്ലേ? ഈ കാരണവരോട് ചോദിക്കുക അല്ലേ, കല്യാണം നിശ്ചയിച്ചാൽ നിങ്ങളെ പഴയ കാലത്തൊക്കെ ആ പെൺകുട്ടീനെയും കൂട്ടി നടക്കലുണ്ടോ? നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പോഴോ ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ആ വധുവിനെ കൂടെ അയച്ചു കൊടുക്കാൻ വരൻ ആവശ്യപ്പെട്ടു. അപ്പൊ ആ പെൺകുട്ടി നമ്മളെ വേദമൊക്കെ കേട്ട് പഠിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, അതിന് ഞാനില്ല, നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അയാളെ കൂടെ പോവില്ല. എന്നാ എനിക്ക് വേണ്ട. ഇവൻ ആദ്യം തന്നെ തീരുമാനിച്ചു, ഇവന് ട്രയൽ നോക്കാൻ കൊടുക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെന്നാണോ നീ മുസ്ലിമായത്? നിക്കാഹിന് മുമ്പ് ആ പെണ്ണ് നിനക്ക് അനുവദനീയമാണോ? നിനക്ക് അവളെ ഭംഗി കാണാൻ വേണ്ടി മുഖത്തേക്ക് ഒരു പ്രാവശ്യം നോക്കൽ അനുവദനീയമുണ്ട്. അവളെ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കാൻ കയ്യിലേക്ക് നോക്കൽ അനുവദനീയമുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ ഇടക്കിടക്ക് നോക്കൽ അനുവദനീയമില്ല. നിനക്കവളെയും കൂട്ടി നടക്കൽ അനുവദനീയമില്ല. അവളെ ശബ്ദം കേട്ട് രസിക്കൽ നിനക്ക് അനുവദനീയമില്ല. അതേ നബിതങ്ങളല്ലേ പറഞ്ഞത്, അല്ലൈനാനിസിനാഹുമന്നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാ നോട്ടം, വല്ലുദുനാനിസിനാഹുമൽ ഇസ്തിമാഉ, രണ്ട് കാതിന്റെ വ്യഭിചാരമാണ് ശബ്ദം കേട്ട് രസിക്കൽ. അതേ നീ നിക്കാഹ് നടത്തുന്നത് വരെ അവൾ പെൺകുട്ടി അന്യ പെണ്ണാണ്, നീ അന്യ ആണാണ്. നീയും അവളും തമ്മിൽ ശബ്ദം കേട്ട് രസിക്കാൻ പറ്റൂല, ശബ്ദം കേട്ട് രസിക്കാൻ പറ്റൂല, നോക്കി രസിക്കാൻ പറ്റൂല, സ്പർശിക്കാൻ പറ്റൂല. വ്യഭിചാരമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസല്ലേ അത്? അപ്പൊ ചില ചെറുപ്പക്കാർക്ക് നിക്കാഹ് നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് പൊറുക്കൂല, സഹിക്കൂല അവളെ വിളിക്കാതെ. എന്നാൽ ഞാൻ എന്റെ CD പറഞ്ഞു, ഞാനൊരു ഹിക്മത്ത് പറഞ്ഞുതരാം. അതെന്ത്? നിക്കാഹ് നിശ്ചയിച്ചത് റബീഉൽ അവ്വൽ 6. ഇതുവരെ ഇപ്പൊ ഞാൻ ക്ഷമിച്ചു നിൽക്കാൻ അവസ്ഥാതെ കഴിയൂലേ? എനിക്കൊരു ഹിക്മത്ത്, നിന്റെ ഭാര്യ നിന്റെ വധുവിന്റെ ബാപ്പാനെ വിളിക്കുക, നീയും പോവുക, 2 സാക്ഷികളെയും കൂട്ടുക. പറ്റാവുന്ന സാക്ഷീകരിക്കണം കേട്ടോ. 2 സാക്ഷികളെയും കൂട്ടുക. അതിന് പല നിബന്ധനയുണ്ട്. നിസ്കാരം കളാക്കുന്നൊന്നും സാക്ഷിക്ക് പറ്റില്ല. എന്നിട്ട് ഒരു റൂമിൽ കയറുക. ഹിക്മത്താ പറയുന്നത്, ഹലാലാൻ വേണ്ടിയുള്ളൊരു വഴി പറയാൻ. അങ്ങനെ ചെയ്യണോന്നല്ല കേട്ടോ. നിനക്ക് ഹറാമ് ചെയ്തേ പറ്റൂന്ന് തോന്നുകയാണെങ്കിൽ ഹറാമ് ചെയ്യാതിരിക്കാനുള്ളൊരു വഴിയാ പറഞ്ഞത്. വേണമെങ്കിൽ ഒരു റൂമിൽ കയറിയ റൂമം കടച്ചാൽ ഈ അമ്മോശം പറയാ, അങ്കായത്തൊക്കെ ബിന്ദി, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് വന്നു, ബിമഹരിക്കഥ ഇത്ര മഹറിന്. അപ്പൊ നീ അങ്ങോട്ട് പറയാ, ഖബിൽതു നിക്കാഹഹാ ബിഹാദൽ മഹർ, ഈ മഹറിന് പകരം ഞാൻ അവളെ നിക്കാഹ് സ്വീകരിച്ചു. അത് കേൾക്കാൻ 2 ആളും നിക്കാഹ് നടന്നു കേട്ടോ, ഇനി നിന്റെ ഭാര്യയാണ്, ഇനി നീ ടെലിഫോൺ ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, നീ അവളെ കൂട്ടി നടന്നാൽ കുഴപ്പമില്ല. നിക്കാഹ് നടക്കണമെങ്കിൽ പന്തല് വേണമെന്നില്ല, നിക്കാഹ് നടക്കണമെങ്കിൽ കുറെ ആള് വേണമെന്നില്ല. നിക്കാഹ് നടന്നു. അപ്പൊ ഉസ്താദേ ആകെ പ്രശ്നമായിരിക്കും നാട്ടിൽ. ഞാൻ ഇതാരോടും പറയണ്ട, ഇതാരോടും പറയണ്ട. നമ്മളെ റബീഉൽ അവ്വൽ 6 പരസ്യമായിട്ട് നിക്കാഹ് അങ്ങനെ നടത്തിക്കളാം. അപ്പൊ 2 പ്രാവശ്യം നിക്കാഹാവൂലേ? ആയിക്കോട്ടെ, അവിടെ എന്താ 2 പ്രാവശ്യം കുഴപ്പമുണ്ടോ? ഞാനൊരാൾക്ക് എന്റെ പെണ്ണ് വിൽക്കുകയാണ്, ഈ പെണ്ണ് നിനക്ക് ഞാൻ 10 റുപ്യക്ക് വിറ്റു. അയാൾ പറഞ്ഞു ഞാൻ വാങ്ങിന്ന്. അത് കഴിഞ്ഞിട്ട് പീശയെ തന്നെ പെണ്ണ്, അയാൾ പൈസ തന്നില്ല, ഞാൻ പെണ്ണോട്ട് കൊടുത്തിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ ശേഷം പിന്നെയും ഞാൻ പറഞ്ഞു ഈ പെണ്ണ് ഞാൻ 10 റുപ്യക്ക് വിറ്റു. അയാൾ പറഞ്ഞു ഞാൻ വാങ്ങി. അന്ന് മുതൽ അയാൾ പെണ്ണും വാങ്ങി പോവാണ്. 10 റുപ്യക്ക് കയറണമെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. 2 പ്രാവശ്യം കച്ചവടം നമ്മൾ കച്ചവടം ഇല്ലാതിരിക്കുമോ? അതേപോലെ തന്നെ എല്ലാ നിക്കാലും 2 പ്രാവശ്യം. ഇപ്പൊ ചില മൂലാമാരിയൊക്കെ ഏത് കിതാബിലാണ് ഉള്ളത്? അത് കിതാബൊന്നും വേണ്ട, അത് ഏത് കിതാബിലിട്ട് വേണ്ടി വന്ന് നമുക്ക് അന്നേരം പറയാം. ഇപ്പൊ പറയാൻ പോകുന്നത് എല്ലാ നിക്കാലും 2 പ്രാവശ്യം നടക്കുന്നില്ലേ? കാരണം അറബിയിൽ 1 പ്രാവശ്യം, മലയാളത്തിൽ 1 പ്രാവശ്യം, 2 ആയില്ലേ? ആദ്യത്തെ അറബി ഉണ്ടെന്ന് എനിക്കാവൂലേ? അപ്പൊ പിന്നെ മലയാളത്തിൽ ഒന്നും കൂടി പറഞ്ഞാൽ നിക്കാഹ് 2ാമത് ആവർത്തിച്ചു. അതിന് തെറ്റൊന്നുമില്ല. ഇനി ഒന്നും കൂടി പറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആകെ 3 ആയി എന്നല്ലേ ഉള്ളൂ, 2 3 ആയി എന്നല്ലേ ഉള്ളൂ. എന്നാലും ഹറാം കയറൂലല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നടത്തണമെന്നല്ല, മറിച്ച് ഈ അന്യ പെണ്ണുങ്ങളെയും കൂട്ടി
ഈ ചെറുപ്പക്കാര് നടക്കുന്ന പച്ച ഹറാം അത് കണ്ട് സഹിക്കാനിട്ട് പറഞ്ഞതാണ്. ഹറാം ചെയ്യാതെ ജീവിക്കുന്നതാണ് ഇസ്തിഖാമത്ത്. നേരെ ചൊവ്വേ നടക്കലാണ് ഇസ്തിഖാമത്ത്. വെറുതെയല്ല. വസ്തഖിം കമാ ഉമിർത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല നരച്ചുപോയി, അവിടുത്തെ താടിയിൽ നരച്ചുപോയി, കൂടുതൽ രോമമില്ല. പക്ഷേ ശയ്യബത്തിനി, എന്നെ നരപ്പിച്ചതെന്താണ്? അത് ചില സൂറത്തുകൾ ഇറങ്ങിയപ്പോഴാണ്. ആ സൂറത്തുകളിൽ ഒരു സൂറത്തിലുള്ള വാചകമാണ് ഫസ്തഖിം കമാ ഉമിർത. നബിയേ, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നേരെ ജീവിതം നയിക്കണേ. പടച്ച റബ്ബിന്റെ ആ ഓർഡർ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവന്റെ ഹബീബാണെങ്കിലും അവിടുന്ന് അല്ലാഹുവിന്റെ അധികാരം ഓർത്തു അവിടുത്തേക്ക് നരബാധിച്ചു പോയി.